ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ വൈകുന്നേരത്തെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ പോരുന്ന വഴിക്ക് ഇന്ന് മീൻ വാങ്ങിക്കാൻ കയറി അയില വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് പോയത്. അവിടെ പാകെ നമ്മുടെ മത്തിയും പിലോപ്പിയും മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ വേണ്ടാന്ന് വെച്ച് പോരുമ്പോൾ ആൾ നന്നാക്കി തരാം കൊണ്ടുപോകുമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ നന്നാക്കി തന്നു. അത് മേടിച്ചു കൊണ്ടു ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് നേരം അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞു. ഇന്ന് മാങ്ങ ഉപ്പിലിട്ടതാണ് കേട്ടോ ഞങ്ങൾ രണ്ടുപേരും കഴിച്ചത്. പിന്നെ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് ഇരുന്നു. പിന്നെ വൈകുന്നേരത്തെ ഒരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ റെഡിയാക്കി അപ്ലോഡ് ചെയ്തു. അപ്പോൾ ആദ്യം കഴിച്ച് നോക്കിയപ്പോൾ തീരെ ഉപ്പില്ല. അപ്പോൾ ഞാൻ ഉപ്പിടണം എന്ന് പറഞ്ഞു. അങ്ങനെ ഉപ്പും കൂട്ടി കഴിച്ചു. പിന്നെ ഞാൻ അധികം കഴിച്ചില്ല കേട്ടോ. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ പല്ല് പൊളിച്ചിട്ടുണ്ടെങ്കിൽ പിന്നത്തെ ഫുഡിനൊന്നും ടേസ്റ്റ് ഉണ്ടാവില്ല. പക്ഷേ ആദ്യത്തിന് അതൊന്നും ഒരു വിഷയമല്ല. ആദ്യത്തിന് മാങ്ങ എന്തോരം വേണമെങ്കിലും ഉപ്പിലിട്ടതും പുളിയും അങ്ങനത്തെയൊക്കെ നന്നായിട്ട് കഴിച്ചോളും. നമ്മളും അങ്ങനെയൊക്കെ തന്നെയല്ലേ ചെറുപ്പത്തിൽ. അത് കഴിഞ്ഞ് ഞാൻ നേരെ കഴുകാനിടാനുള്ള തുണികൾ വാഷിംഗ് മെഷീനിൽ ഇടാണ്. കല്ലും അലക്കാനുണ്ട് കേട്ടോ. അതൊന്ന് അലക്കാനായിട്ട് നിൽക്കണില്ല. എന്താ വെച്ചാൽ ഷൂട്ട് ചെയ്യുന്ന ദിവസങ്ങളിൽ അതൊക്കെ എല്ലാത്തിനും കൂടി നിന്ന് കഴിഞ്ഞാൽ ടൈം കിട്ടില്ല. അപ്പോൾ അത് കാരണം പിന്നെ മീൻ വാങ്ങിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അത് കഴുകി വൃത്തിയാക്കി കാണിട്ട് കറി വയ്ക്കണം. അപ്പോൾ പിന്നെ നാളത്തേക്കും കൂടിയായി മീൻ വാങ്ങിച്ച് വെച്ചാൽ അങ്ങനെ ഒരു ലാഭമുണ്ട് കേട്ടോ. ഇന്നത്തെയും കഴിയും നാളത്തെയും കഴിയും. വൈകുന്നേരത്തെ കഴിയും പിറ്റേ ദിവസത്തെ കറിക്കും ആവും. അപ്പോൾ അങ്ങനെ അതിനതാ നന്നായിട്ട് കഴുകണം കേട്ടോ. പിലോപ്പി ആകുമ്പോൾ അപ്പോൾ അത് നല്ല വെള്ള പിലോപ്പിയാണ്. അത് കാരണം നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഒരു ചെറിയൊരു ചെളിക്കൂത്തുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല കല്ലുപ്പിട്ട് പുറത്ത് കൊണ്ടുപോയി നന്നായിട്ട് കഴുകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താലക്കല്ലിൻ്റെ അവിടേക്ക് പോവാണ് കേട്ടോ. ഒരു പൂച്ചക്കുട്ടി ഇപ്പോൾ വരുന്നുണ്ട്. പക്ഷേ മീൻ ഇറച്ചുള്ള ദിവസം മാത്രമാണ് വരുള്ളൂ മണം പിടിച്ചിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അത് കഴുകി കൊണ്ടുവന്നു. പിന്നെ ഞാൻ അത് നന്നായിട്ട് വരഞ്ഞ് കൂടുതൽ ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നന്നായിട്ട് വരഞ്ഞ് നന്നായിട്ട് മൊരിയിച്ചെടുക്കണമല്ലോ. ഇത് വലിയ മുള്ളുള്ള മീനല്ലേ. അപ്പോൾ അത് കാരണം നന്നായിട്ട് വരഞ്ഞ് കണ്ടിട്ട് മൊരിപ്പിച്ചെടുക്കാനായിട്ട് വെച്ചു. പിന്നെ കുറച്ച് കറി വയ്ക്കാനായിട്ട് മാറ്റി വെച്ചു. നമ്മുടെ ഇരുമ്പിൻ്റെ തട്ട് എടുത്തിട്ട് ചൂടാക്കാനായിട്ട് വെച്ചു കേട്ടോ. അപ്പോൾ ഇരുമ്പിൻ്റെ തട്ട് തുരുമ്പ് പിടിക്കാണ്ടിരിക്കാനുള്ള ടിപ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കഴുകി തുടച്ച് എണ്ണ പുരട്ടി വെച്ചാൽ മതി കേട്ടോ. ഒരു കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചിട്ട് 3-3.5 വർഷമായി. നമ്മളിവിടെ ഈ വീട്ടിലേക്ക് താമസം മാറിയപ്പോൾ വാങ്ങിച്ചിട്ടുള്ളതായിരുന്നു. പിന്നെ മീൻ മസാല റെഡിയാക്കി വെച്ച ഫിഷ് മസാല റെഡിയാക്കി വെച്ചിട്ടുള്ള കാരണം കൊണ്ട് നമുക്കിനി അത് ഓരോന്നായിട്ട് എടുക്കാനൊന്നും പോകണ്ട. അപ്പോൾ അങ്ങനെ ഫിഷ് മസാലയൊക്കെ റെഡിയാക്കി വെച്ചാൽ നമുക്ക് നല്ല ഈസിയാണ് കേട്ടോ. ഫിഷും ചിക്കനും കൂടിയുള്ള മസാലയാണിത് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. ചിക്കൻ ആകുമ്പോൾ ഇത്തിരിയും കൂടി ഗരം മസാല ഇടണം. ഫിഷ് ആകുമ്പോൾ ഞാൻ ഇത്തിരി ഒരു പെരിഞ്ചീരകത്തിൻ്റെ കറുകപ്പട്ടയൊക്കെ ചേർക്കാറുള്ളൂ. ചളയിലായാലും അതും അങ്ങനെ നിർബന്ധമില്ല കേട്ടോ. പിന്നെ അങ്ങനെ വേഗം അത് അടുപ്പത്തേക്ക് വെച്ചു. അപ്പോൾ കുറേ നേരം വേണമല്ലോ. ചെറുതീയിൽ കുറച്ച് നേരം വേണം. മീൻ കറിയേറ്റും വേഗം വേണ്ടത് മീൻ വറുത്തതാണ്. അപ്പം അത് കാരണം കൊണ്ടാണ് വേഗം അത് അടുപ്പത്തേക്ക് ആക്കിയത് കേട്ടോ. അപ്പോൾ ചെറിയ തീയിലിരുന്ന് അവിടെ ആവട്ടെ. അപ്പം ഞാൻ കറി വയ്ക്കാനായിട്ട് നാളികേരം നോക്കിയപ്പോൾ നാളികേരം കുറച്ചുള്ളൂ. അപ്പോൾ അത് ചെരുക്കി അരച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചു. ചെറിയൊരു മുറിയുണ്ട് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ആദ്യം പറയുന്നത് വെച്ചാൽ പിന്നെ വിചാരിച്ചു കുറച്ചല്ലേ ഉള്ളൂ. എനിക്ക് ചെരിയാലും വല്ല തണ്ടൽ വേദന വരും കേട്ടോ എനിക്ക് നാളികേരം ചെരിക്കുക. അതുകൊണ്ടാണ്. പിന്നെ ഇപ്പോൾ നമ്മുടെ ഭർത്തുമ്പോൾ ഫിറ്റ് ചെയ്യുന്നതൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു ചിരവയുണ്ടല്ലോ അടിപൊളിയാണ്. നമുക്ക് നാളികേരം ചെരുകാൻ നല്ല ഈസിയാണ് കേട്ടോ. അത് കാരണം കൊണ്ടാണ് അതങ്ങനെ ഉപേക്ഷിക്കാത്തത്. അപ്പം അങ്ങനെ ഒരു മിക്സിയിൽ ജാറിട്ട് സാധാരണ ഞാൻ എന്നും മീൻകറി വെക്കാറുള്ള പോലെ തന്നെയാണ്. അത് കാരണം കൊണ്ട് വല്ലാണ്ട് അങ്ങോട്ട് കാണിക്കുന്നില്ല. നാളികേരം എന്താ ഫ്രിഡ്ജിലേക്ക് നാളികേരം ഇട്ടെന്നൊക്കെ പറയണേ. എന്താ ചെയ്യുക. അപ്പോൾ മിക്സിയിലേക്ക് നാളികേരം ഇട്ടു. അതിൻ്റെ കൂടെ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് അങ്ങോട്ട് അരച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മീൻ്റെ അരപ്പ് അങ്ങോട്ട് റെഡിയായി. തേങ്ങാപ്പാൽ പിഴിഞ്ഞ് അങ്ങനെ ചെയ്യാം. പക്ഷേ വറ്റിച്ച് വെക്കുമ്പോഴും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതൊക്കെ പിലോപ്പിയൊക്കെ എനിക്ക് വറ്റിച്ച് വെക്കുന്നത് കുറച്ചും കൂടി ഇഷ്ടമാണ്. പിന്നെ അങ്ങനെ വെക്കാറില്ല. കൂടുതലും വറ്റിച്ച് വെക്കുക നമ്മൾ മത്തിയല്ലേ. മത്തിയും അയിലയും ഒക്കെ തന്നെയല്ലേ. ഇതും പക്ഷേ വറ്റിച്ച് വെച്ച് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ വെക്കാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതരച്ച് ഒക്കെ റെഡിയായി. പിന്നെ നല്ല മാങ്ങയിട്ട് കറി വയ്ക്കാൻ പറഞ്ഞു മീൻകാരൻ ചേട്ടൻ കേട്ടോ. അപ്പോൾ പിന്നെ ആദ്യത്തിനോട് ഞാൻ വന്ന വഴി വേഗം പോയി മാങ്ങ പൊടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. ആദ്യം അങ്ങനെ 2-3 മാങ്ങ പൊടിച്ചുകൊണ്ട് വന്നു. പൊട്ടിക്കണതൊന്നും കാണിക്കാനും വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അതിൻ്റെ കാരണം ഇരുട്ടായി കേട്ടോ. പിന്നെ ഇരുട്ടത്ത് എൻ്റെ ക്യാമറയ്ക്ക് അത്ര അങ്ങോട്ട് ക്ലാരിറ്റി തീരെ കുറവാണ്. അപ്പം ഞാനങ്ങനെ 2 മാങ്ങ ഇട്ടു കേട്ടോ. 3 മാങ്ങ ഇട്ടില്ല. 3 മാങ്ങ ഇട്ടാൽ പുളിയങ്ക് മീൻകറിയായി മാറും. അപ്പോൾ അത് കാരണം 2 മാങ്ങ ഇട്ടു. മാങ്ങ കഷ്ണം കഴിക്കാൻ ഇഷ്ടമായതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ മാങ്ങ കൂടുതലിടുന്നത്. അല്ലാണ്ട് മീൻകറിക്ക് ശരിക്കും പറഞ്ഞാൽ വെച്ചാൽ ഒരു മാങ്ങ ഇട്ടാലും പുളി ഉണ്ടാവും. ഇത്രയല്ലേ വെക്കണുള്ളൂ. പക്ഷേ ഈ പിലോപ്പിക്കൊക്കെ അത്യാവശ്യം പുളി ഉണ്ടായാലാണ് ആ ഒരു കുത്തുമണക്ക് ഇല്ലാണ്ടിരിക്കുള്ളൂ. അങ്ങനെ മീൻ ഒരു ഭാഗം നന്നായിട്ട് മൊരിഞ്ഞു കേട്ടോ. അങ്ങനെ മറിച്ചിട്ടു. നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിക്കണം. പിലോപ്പിയിലൊക്കെ ഒരു പ്രത്യേകത അതാണ്.
നന്നായിട്ട് വെളിച്ചെണ്ണയിൽ നന്നായിട്ട് മൊരിച്ചെടുക്കണം. അങ്ങനെ അതവിടെ മറച്ചിട്ട് വീണ്ടും ചെറിയ തീയിൽ അവിടെ ഇട്ടു. മീൻകറി അതിനിടയ്ക്ക് അടുപ്പത്തേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ ഞാൻ. പിന്നെ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ചപ്പാത്തി ഉണ്ടാക്കാനാണ്. ചോറ് വെച്ചില്ല കേട്ടോ. എന്താ വെച്ചാൽ തലേദിവസം വൈകുന്നേരം എൻ്റെ വീട്ടിലേക്ക് പോയിക്കായിരുന്നു. അപ്പോൾ രാവിലെ വന്നിട്ട് ഇഡ്ഡലി വാങ്ങിച്ച് വരികയാണ് ചെയ്തത്. പിന്നെ ജോലി സ്ഥലത്തേക്ക് പോയപ്പോൾ അവിടെ നിന്ന് ഉച്ചയ്ക്ക് ഫുഡ് വാങ്ങിച്ച് കഴിക്കുകയാണ് ചെയ്തത്. അതിന് ആ ഇഡ്ഡലി വെച്ചിട്ട് വൈകുന്നേരം വരെ അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. പിന്നെ മുട്ടയൊക്കെ പൊരിച്ച് അങ്ങനെ ഞാൻ പിന്നെ അത് അപ്പോൾ തന്നെ ആ പാത്രങ്ങളൊന്ന് കഴുകി നമ്മുടെ ആ നീല ഇതിലേക്ക് അങ്ങോട്ട് എടുത്ത് വെച്ചു. പാത്രങ്ങൾ അതാത് സ്ഥലത്തേക്ക് വെച്ചില്ലെങ്കിലും കഴുകി അങ്ങോട്ട് അതിലേക്ക് വെക്കൽ ഒരു നിർബന്ധമായി തുടങ്ങിയിട്ടാണ്. അപ്പോൾ പിന്നെ നമുക്ക് തീരെ നേരമില്ലെങ്കിലൊക്കെ ചെയ്യാണ്ടിരിക്കാറൊക്കെ ഉണ്ട് കേട്ടോ. എപ്പോഴും നമുക്ക് എല്ലാതും പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. ചിലപ്പോൾ രാവിലെ കഴുകി വയ്ക്കാൻ പറ്റാണ്ടൊക്കെ പോവാറൊക്കെ ഉണ്ട്. പക്ഷേ ഇന്നൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെതാ ഒക്കെ കൗണ്ടർ ടോപ്പും കൂടി ഒന്ന് വൃത്തിയാക്കി. ഇനി ചപ്പാത്തി ഉണ്ടാക്കണമല്ലോ, അപ്പോൾ പിന്നെ കൗണ്ടർ ടോപ്പ് നല്ല വൃത്തിയാവണം. അങ്ങനെ നമ്മുടെ ചപ്പാത്തിക്ക് പരത്താനായിട്ട് മാറ്റ് മേടിക്കുന്നത് കുറച്ചും കൂടി നല്ലതാണെന്ന് എനിക്ക് തോന്നി. പക്ഷേ മാറ്റിൽ പരത്തി കഴിഞ്ഞാൽ അതങ്ങോട്ട് അത്ര റെഡി ആവില്ലല്ലോ എന്ന് എനിക്ക് തോന്നാറുണ്ട്. എനിക്കൊരു ഇത്തിരി ഹൈറ്റിൽ ഇങ്ങനെ പരത്തുമ്പോഴാണ് നല്ല കറക്റ്റായിട്ട് കിട്ടുക. പിന്നെ ചപ്പാത്തി മേക്കർ എന്താ എടുക്കാത്തതെന്ന് ചോദിച്ചാൽ കുറച്ച് ചപ്പാത്തിയിൽ ഉണ്ടാക്കണുള്ളൂ, അത് ചൂടാക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ചപ്പാത്തി മേക്കറിൽ ഉണ്ടാക്കി നമ്മൾ ആ ചൂടോടെ കഴിക്കണം. ബാക്കി പിറ്റേ ദിവസത്തേക്ക് ഇരുന്നാൽ എന്തായാലും ഹാർഡാവും. അപ്പോൾ ഇതെന്തായാലും ഇത്തിരി കൂടുതലുണ്ട്. അപ്പോൾ അത് കാരണമാണ് ഞാൻ ഇതൊക്കെ എടുത്തുകൊണ്ട് വന്ന് അരിച്ചെടുക്കുകയാണ് കേട്ടോ. നമ്മുടെ റേഷൻ്റെ ആട്ടയാണ്, അതെന്തായാലും അരിച്ചെടുക്കണം. റേഷൻ്റെ ആട്ട മാത്രം ഞാൻ വാങ്ങിക്കും, ഗോതമ്പ് വാങ്ങിക്കില്ല കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ ഇവിടെ കൊണ്ടുവന്ന് ചെള്ള് വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്, ചിലവില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ആട്ടയാകുമ്പോൾ അത് എങ്ങനെയെങ്കിലൊക്കെ അതും ബാക്കിയുണ്ട്. നന്നായിട്ട് സീവിട്ടം പോയോടുകൂടി നന്നായിട്ട് ബാലൻസ് വരുന്നുണ്ട്. എന്നാലും അത് വെച്ച് അങ്ങനെ ചെയ്തും. പിന്നെ നമ്മുടെ അരിപ്പയിൽ എടുത്തിട്ട് അരിച്ചു കൊടുത്തോ. അപ്പം ഞാൻ ഈ അരിപ്പ എങ്ങനെയാണ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ അരിച്ച് എടുത്ത് മാറ്റി വെച്ച് അപ്പം തന്നെ കഴുകി നന്നായിട്ട് ഉണക്കി ഒരു കവറിലിട്ട് കെട്ടി വെക്കും കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ രണ്ടാമത് എടുക്കുമ്പോൾ ഇന്ന് കുറേ വെള്ളി വീണു അല്ലേ ശബ്ദം കൊടുക്കുമ്പോൾ. സത്യം പറഞ്ഞാൽ ഉറക്കം വരേണ്ട നേരമായി തുടങ്ങിയിട്ട്. അപ്പോൾ 11 മണി കഴിഞ്ഞ് ശബ്ദം കൊടുക്കുമ്പോൾ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ അരിപ്പൊന്ന് കഴുകി അമത്തി വെച്ചിട്ട് കവറിൽ കെട്ടി എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നത്തെ പ്രാവശ്യം എടുക്കുമ്പോൾ നമുക്ക് കഴുകേണ്ടി വരില്ലല്ലോ. കഴുകാൻ പറ്റില്ലല്ലോ അരിപ്പ എന്തായാലും. ഉപയോഗിക്കാൻ നേരത്തെ ഒട്ടിപ്പിടിക്കില്ലേ പൊടിയൊക്കെ. അങ്ങനെ ചപ്പാത്തി മാവ് കുഴച്ചു, കുറച്ച് എണ്ണയും കൂടി ചേർത്ത് കുഴയ്ക്കും. എണ്ണയോ നെയ്യോ എന്തെങ്കിലുമൊക്കെ ചേർത്ത് കുഴയ്ക്കുക. അപ്പോഴേക്കും ചേട്ടൻ വന്നു. തണ്ണിമത്തനും ഓറഞ്ചും മുന്തിരിയും അതും ഇതൊക്കെ മുട്ടയൊക്കെ വാങ്ങിച്ചു കൊണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇഞ്ചി ഉണ്ടായിരുന്നില്ല ചേട്ടാ മീൻ കറി വെക്കാനായിട്ട്. അപ്പം ഞാൻ ഇഞ്ചിയും കറിവേപ്പിലയും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ വരുമ്പോഴേക്കും തിളയ്ക്കുള്ളൂ എന്ന് എനിക്ക് അറിയായിരുന്നു. എന്താ വെച്ചാൽ എവിടെ എത്തിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കാരണം കൊണ്ട് പിന്നെ അതിലേക്ക് ചതച്ചിടാൻ നോക്കി. ഞാൻ വേഗം ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് നോക്കിയിട്ടാണ്. മീൻ കറി ആകുമ്പോഴേക്കും ചപ്പാത്തിയും കൂടി നമുക്ക് വേഗം കഴിക്കാമല്ലോ. ശരിക്കും പറയാന്ന് വെച്ചാൽ ഈ മീൻ കറിക്ക് മീൻ വറുത്തതിന് നമുക്ക് വേണ്ടത് ചോറായിരുന്നു. പക്ഷേ ഇനി ചോറ് വെച്ചിട്ടുണ്ടെങ്കിൽ തീരെ ചിലവാവില്ല. ചപ്പാത്തി ആകുമ്പോൾ പിന്നെയും ചിലവാകും. പിന്നെ അത് തിരി ബാക്കി ഇരുന്നാലും കുഴപ്പമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ചപ്പാത്തി ആക്കിയത് കേട്ടോ. അപ്പോൾ ചേട്ടൻ ഇഞ്ചിയും ചതച്ചതായിലിട്ടു. അതുപോലെ തന്നെ കറിവേപ്പിലും കഴുകി അതിലേക്ക് ഇട്ട് വെച്ചു. ഞാൻ ചപ്പാത്തി പരത്തിനോടൊപ്പം തന്നെ ചപ്പാത്തി ചൂടണം കൂടി ഉണ്ട് കേട്ടോ. ഞാൻ അങ്ങനെയാണ് പരത്തിനോടൊപ്പം തന്നെ ചുട്ടെടുക്കാൻ കൂടിയും ചെയ്യും കേട്ടോ. ഇത്തിരി എണ്ണയോ ഓയിലോ നെയ്യോ എന്തെങ്കിലുമൊക്കെ ഒന്ന് തടവി കൊടുക്കണം. എനിക്കിങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കുന്ന ചപ്പാത്തി ഒട്ടും ഇഷ്ടമല്ല. ഇത്തിരി ഇതേപോലെ വെളിച്ചെണ്ണമയോ ഒന്ന് ചെറിയൊരു മൊരിച്ചലും ഒക്കെ ഉള്ളതാണ് എനിക്കിഷ്ടം. ആദ്യത്തെ അതിനിടയ്ക്ക് താഴത്തേക്ക് ഇറങ്ങി വന്ന് മുന്തിരി കഴുകി ഫ്രിഡ്ജിൽ വയ്ക്കും കേട്ടോ, എന്നിട്ടാണ് കഴിക്കുള്ളൂ. പിന്നെ ഞാൻ അതിനിടയ്ക്ക് ഉള്ളി കാച്ചാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ചേട്ടൻ ഉള്ളി അരിഞ്ഞ് തന്നു കേട്ടോ. അല്ലെങ്കിൽ പിന്നെ എനിക്ക് ചപ്പാത്തി പരത്തുന്നതിൻ്റെ ഇടയിൽ ഉള്ളി അരിയാൻ പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാനത് വേഗം ചെഞ്ചട്ടിയിലിട്ട് വേഗം വറുത്ത് വെച്ചു. അങ്ങനെ നമ്മുടെ ചപ്പാത്തിയും ആയി. അങ്ങനെ മീൻ വറുത്തതും മീൻ കറി കൂട്ടിയിട്ട് കൂട്ടുകാർ ചപ്പാത്തി കഴിക്കാറുണ്ടോ? ഞങ്ങൾ കഴിക്കാറുണ്ട് കേട്ടോ, സാമ്പാർ കൂട്ടിയിട്ടും. എനിക്ക് പക്ഷേ മീൻ കറിയാണ് കൂടുതൽ ഇഷ്ടം, സാമ്പാർ കൂട്ടിയിട്ട് അത്ര ഇഷ്ടമല്ല. പരിപ്പ് കറിയൊക്കെ ടേസ്റ്റൊക്കെ തന്നെയാണ്, എന്നാലും നോൺ വെജാണ് എപ്പോഴും ചപ്പാത്തിയുടെ കൂടെ നല്ല ടേസ്റ്റ് എപ്പോഴും തോന്നാറ്. ചേട്ടൻ മൊബൈൽ എടുത്തോടെ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ പിന്നെ ഫുഡൊക്കെ കൊണ്ടുവച്ച് കഴിഞ്ഞപ്പോൾ ആൾ പിന്നെ വേഗം കഴിക്കാൻ വന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി അതിൽ നിന്ന് കഴിച്ചു. ആദ്യത്തെ അതിനിടയ്ക്ക് അതൊന്ന് വന്ന് ഫോട്ടോ എടുത്തതാണ് കേട്ടോ. മീൻ മുള്ളുണ്ടെങ്കിലും പക്ഷേ മൊരിഞ്ഞു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് പിലോപ്പി. നല്ലോണം മൊരിയണം കേട്ടോ. നന്നായിട്ട് വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലൊക്കെ ഇട്ടിട്ടുള്ള നല്ല മസാല അരച്ചിട്ട് നന്നായിട്ട് വറുത്തെടുത്താൽ നല്ല മൊരിച്ച് വറുത്തെടുത്താലാണ് നല്ല ടേസ്റ്റ്. പക്ഷേ കറിയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. മാങ്ങിയിട്ട് വെച്ച കാരണം കൊണ്ടാണോ എന്ന് അറിയില്ല, എന്തായാലും അടിപൊളിയായിരുന്നു. അങ്ങനെ
2 ചപ്പാത്തി എനിക്ക് കഴിക്കാൻ പറ്റുള്ളൂ. പിന്നെ മീൻ വറുത്തത് കൂടുതലുണ്ടായിരുന്നല്ലോ, അതുകൊണ്ടായിരിക്കും വിശപ്പ് പെട്ടെന്ന് നിന്ന് പോയത്. പിന്നെ ഉച്ചയ്ക്ക് ഞാൻ ബിരിയാണി ആയിട്ടാണ് കഴിച്ചത്. അപ്പോൾ അത് കാരണം കൊണ്ട് അത്ര അങ്ങോട്ട് ഒരു വിശപ്പ് ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ 2 ചപ്പാത്തിയും പിന്നെ മീൻ വറുത്തൊക്കെ കഴിച്ച് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു. അതിനിടയ്ക്ക് തുണികൾ കഴുകാനായിട്ട് ഞാൻ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊന്ന് വിരിച്ചിടാനായിട്ട് പോകണം. അപ്പം ഞാൻ പിന്നെ വേഗം ടേബിളൊന്ന് വൃത്തിയാക്കി കേട്ടോ. ടേബിളുമ്മേ പെട്ടെന്ന് അഴുക്ക് പറ്റും. ഈ തുണിയുടെ പേരെന്തെന്നാന്ന് എനിക്കറിയില്ല കേട്ടോ, മറന്നുപോയി. അറിയില്ല എന്നല്ല, മറന്നുപോയി. അറിയുണ്ടായിരുന്നു, ഫൈബറല്ല, അനു ഗിഫ്റ്റ് തന്നതിലുണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ടേബിൾ വൃത്തിയാക്കാൻ ഇത് നല്ല അടിപൊളിയാണ്. നമ്മൾ കൗണ്ടർ ടോപ്പ് വൃത്തിയാക്കാനും നല്ലതൊക്കെ തന്നെയാണ്. പക്ഷേ ഇതാണ് എനിക്ക് കുറച്ചും കൂടി നന്നായിട്ട് തോന്നുന്നത്. അപ്പോൾ അതിൻ്റെ മാറ്റും ഇതൊക്കെ എടുത്ത് മാറ്റും 2 പുറം തുടച്ച് പിന്നെ അതൊക്കെ തുടച്ച് വൃത്തിയാക്കി ഇടും കേട്ടോ. അല്ലെങ്കിൽ നേരം വെളുക്കുമ്പോഴേക്കും അവിടെ ചിലപ്പോൾ ഉറുമ്പ് വരും. അപ്പോൾ നമ്മളത് വൃത്തിയാക്കിയിട്ട് കിടന്നാൽ നേരം വെളുക്കും. എനിക്ക് നേരം വെളുക്കുമ്പോൾ ഭയങ്കര വൃത്തികേടായിട്ട് കിടക്കുമ്പോൾ ഇഷ്ടമില്ല കേട്ടോ, ദേഷ്യം വരും. എഴുന്നേറ്റ് വരുമ്പോൾ നല്ല വൃത്തിയായിട്ട് കിടന്ന് പതുക്കെ ഒരു ചായയൊക്കെ വെച്ച് കുടിച്ച് അങ്ങനെ ആവാനാണ് എനിക്കിഷ്ടം. പിന്നെ വേഗം തുണികൾ എടുത്തുകൊണ്ട് വന്ന് വിരിച്ചിടാനായിട്ട് പോയിട്ടാണ്. തുണികൾ മടക്കാനായിട്ട് ഇന്ന് ഉണ്ടായിരുന്നില്ല, അപ്പോൾ വിരിച്ചിടാനായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം നാളെ എല്ലാതും കൂടി ഇനി കല്ലും അലക്കാനുള്ളതും കൂടി അലക്കണം. ഇന്ന് ഞാൻ എന്തായാലും മെഷീനിലിടാനുള്ളത് ഇട്ടുള്ളൂ. അതിനിടയ്ക്ക് വഴുതനങ്ങ ഉണ്ടല്ലോ, വഴുതനങ്ങ കുറച്ചധികം കിട്ടിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം സാമ്പാർ കഷ്ണം വാങ്ങിച്ചപ്പോൾ. അപ്പോൾ അത് ഉപ്പേരി വെച്ചാലൊന്നും ഒരു പരിധിയെ കൂടുതലൊന്നും ഇവിടെ ചിലവാവില്ല. അപ്പോൾ അത് ചേട്ടനോടൊന്നും ഞാൻ അരിഞ്ഞു വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ വിരിച്ചിടലൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും അതൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഒരിത്തിരി ഉപ്പും മുളക് പൊടിയും കൂടി ഞാൻ മിക്സ് ചെയ്തു. ഇനി നാളെ വെയിലത്ത് വെച്ച് ഒരു 2 ദിവസം വെയിൽ ഒളിച്ചിട്ട് വറുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇപ്പം തന്നെ ഒരു കമൻറ്റ് ഉണ്ട് വഴുതനങ്ങ വറക്കണേൽ എന്തൊക്കെ ചേർക്കാമെന്ന്. നമ്മൾ വെറുതെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് വറുത്താലും കുഴപ്പമില്ല. ഒരു ഇത്തിരി ഗരം മസാലയും ഇത്തിരി വെളുത്തുള്ളി കറിവേപ്പിലൊക്കെ ഇട്ടൊരു പേസ്റ്റ് കൂടി അതിന് ചേർത്താലും, ഗരം മസാല അധികം ആവാൻ പാടില്ല കേട്ടോ, അങ്ങനെ വറുത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. വഴുതനങ്ങ എന്ത് സാധനം ഏറ്റവും സിമ്പിളായിട്ട് വറുത്താലും നല്ല ടേസ്റ്റൊക്കെ തന്നെയാണ്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ കുളിക്കാനായിട്ട് പോയി. അപ്പോൾ ഇനി തിങ്കളാഴ്ച ഒരു അടിപൊളി അടുക്കളത്തോട്ടത്തിൻ്റെ വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ഓക്കേ.